ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടി പിക്സലാക്കാൻ പോവുകയാണ്. നെയിം ബോർഡൊക്കെ ഒരു വേറെ രീതിയിലുള്ളൊരു സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സംഭവത്തിൽ കയറി വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഉള്ളൊരു ഇവിടെ ആണ്. അപ്പം എന്തായാലും കുറച്ച് നേരത്തേക്ക് നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കുവാണ്. എന്തായാലും നമ്മുടെ ആ ഗ്യാരേജിന് പണി നടക്കുവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈയിടെ കഴിഞ്ഞ വീഡിയോയിലെടുത്ത് നമ്മുടെ സെഡസ്ത്ര നമ്മുടെ BS6 49 സീറ്റർ അവനെ വർക്കിന് കൊടുത്തേക്കുവാണ്. അതുകൊണ്ട് അവൻ്റെ പ്രശ്നമില്ല. പിന്നെ നരസിംഹൻ എന്നും ട്രിപ്പാണ്. അപ്പോൾ അവൻ ട്രിപ്പിന് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവനെയൊക്കെ ട്രിപ്പിന് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, ഫുള്ള് വെയിലാണ് ഗൈസ്, വെയിലാണ്, നല്ല വെയിലാണ്. അതുപോലെ തന്നെ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവാണ് ഇടയ്ക്ക് വെച്ച്. അതാണ് നമ്മൾ ഈ ഉച്ച സമയത്ത് പോകാൻ കാരണം. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്, നല്ല മഴയാണ്. അതേ വീണ്ടും മഴ പെയ്യുവാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നല്ല മഴയാണ് ഗൈസ്. അപ്പം എപ്പോഴെപ്പോഴും ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്ത് എങ്ങും പോകാനായിട്ടൊന്നും പറ്റത്തില്ല, എന്താ വർക്കിനൊന്നും. അതുകൊണ്ടാണ് ഇങ്ങാരിത് എന്തായാലും അവനങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ എടുക്കാതിരുന്നിരുന്നത്. പിന്നെ ഇനി രക്ഷയില്ല ഗൈസ്, ഇന്ന് തന്നെ കൊടുക്കുകയും വേണം വണ്ടി, എന്നാലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ വല്ല ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റേണ്ടി വരും, ഡേറ്റോ അല്ലെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാതിരുന്നത്. എന്തായാലും മഴയാണെങ്കിലും ഇന്ന് വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയപ്പോൾ തന്നെ അതേ വീണ്ടും മഴ. ഓക്കെ, ഈ ഒരു റൂട്ടിൽ കൂടെ വീണ്ടും മറ്റേ മീൻ വണ്ടിക്കാരൻ ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ഇച്ചിരി സീനാണ്. അത് നമ്മുടെ ക്യാമറ കൈ പിടിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ റൂട്ടൊക്കെ ഓക്കെ ഒടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സേഫായിട്ട് വളച്ചൊക്കെ എടുത്തു. നല്ല മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ടിട്ട് പറത്തി അടിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഈ ഒരു വളവൂടെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വ്യൂ ആയിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത്. കാരണം ഭയങ്കര റിസ്ക്കാണ് ഗൈസ് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ഒറ്റക്കൈയും കൊണ്ട് ഈ ക്യാമറ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. എന്തായാലും സെറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വെയിലും കാര്യങ്ങളൊക്കെ മാറി, മഴയും കാര്യങ്ങളൊക്കെ മാറി ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ സമയം. നമ്മളെന്തായാലും ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിക്കാനായിട്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിക്കാൻ മറന്നുപോയി. നമ്മളിത് ഫ്രണ്ടിൽ ഒരു ക്രാഷ് ഗാർഡൊക്കെ വെച്ച് ഫ്യൂഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ടിലൊരു ക്രാഷ് ഗാർഡ്, ബമ്പറും ലിപ്പും തട്ടാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പം ഈ ബാക്കിലെ വീൽ കപ്പൊക്കെ എടുത്ത് ഫുള്ള് മാറ്റി. എനിക്ക് ഈ ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ടത്. വീൽ കപ്പൊന്നും ഞാൻ വെച്ചിട്ടില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടില്ല. നമ്മുടെ ഷെഡിൽ ഇരിപ്പുണ്ട്, നമ്മുടെ വീട്ടിലും 2 ഇരിപ്പുണ്ട്. നമ്മുടെ പണ്ടത്തെ വണ്ടിയുടെയൊക്കെ നമ്മുടെ ഹൾക്കണ്ണൻ. ഓക്കെ, ഹൾക്കണ്ണൻ ഇവിടെ ഉണ്ട്. പിന്നെ പ്രകാശം നമ്മുടെ ലോഗോ. അപ്പം വണ്ടി ഓവറോൾ ഒന്ന് ചുറ്റി കാണിക്കുവാണ്. ഹോട്ട് വീൽസിൻ്റെ ആ ഒരു സംഭവം. പിന്നെ ഇനി നമ്മൾ നേരെ വണ്ടി പിക്സലാക്കിയിട്ട് വരുമ്പം ബാക്കിലെ നെയിമും ഫ്രണ്ടിലെ നെയിമും ഒക്കെ മാറും. ഓക്കെ, നമ്മൾ ഈ ബ്ലാക്കിൽ നിന്ന് എഴുതിയ എഡീഷൻ നെയിം നമ്മൾ ചെറുതാക്കാനൊരു പ്ലാനുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെയ്യാം. അപ്പോൾ ഇവിടെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു കടയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ ജസ്റ്റ് അങ്ങോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവിടോട്ട് നമുക്ക് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നൈസായിട്ട് ഒടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ സീനില്ല ഗൈസ്, വലിയ വളവൊക്കെ വരുമ്പോഴേ ഉള്ളൂ. ഇപ്പം ഇവിടെ നമുക്ക് കൊച്ചു പിള്ളേർക്ക് വരെ തിരിച്ചെടുക്കാം. ഓക്കെ, ഒരുത്തം നടന്നു വരുന്നുണ്ട് ഇങ്ങോട്ട്. ഓക്കെ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നേരെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത്. ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത്. ഓക്കെ, ലെഫ്റ്റ് അടിച്ച് പോവാം. ഓക്കെ, നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നേരെ വെച്ച് പിടിച്ച് നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പിലോട്ട് അങ്ങ് വിടുവാണ്. അവിടെ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഇന്നെന്തായാലും അധികം വണ്ടിയൊന്നുമില്ല, എല്ലാത്തിൻ്റെ നെയിം ബോർഡെല്ലാം ക്ലിയറാക്കി വിട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം. ഒരു ബസ്സൊക്കെ കിടപ്പുണ്ട്. ഇച്ചിരി ഉള്ളിലോട്ടായതുകൊണ്ട് ആർക്കും അധികം ആരും നോട്ട് ചെയ്തിട്ടില്ല സംഭവം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പൊളിഞ്ഞ ബസ്സിൻ്റെയൊക്കെ ഒരു ബോഡിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവനെ കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വരും. അപ്പോൾ നരസിംഹൻ്റെ 3 ദിവസത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ ഇന്ന് വരും. ഇന്ന് വരുമ്പം ഉടനെ ഇവിടെ കയറ്റും. ഇവിടെ കൊണ്ടിടാനാണ് പറയുന്നത്. ഇവിടെ കൊണ്ടിട്ടിട്ട് നമ്മുടെ പുതിയ സെഡസ്ത്രയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഷെഡിൽ തന്നെയാണ്, ഈ ഒരു ഗ്യാരേജിൽ തന്നെയാണ്. ഇവിടെ കൊണ്ട് നമ്മൾ വണ്ടി ഇട്ടു. ഇവിടുത്തെ പുള്ളി വേറെ ഏതാണ്ട് ഒരു വർക്കിനായിട്ട് അങ്ങ് കുറച്ച് ദൂര സ്ഥലത്ത് കൊണ്ടുപോയേക്കുവാണ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടിടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ ബാക്കിലോട്ട് കയറ്റി
ഇടാം. ഓക്കെ, ആ ഒരു സൈഡിലായിട്ട് ഇടാം. ആ ഒരു വീട് പോലെ, ആ ഒരു പട്ടിക്കൂട് പോലെ കാണുന്ന സംഭവം അതിൻ്റെ അടുത്ത് ഇടാം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. അതാകുമ്പോൾ അണ്ണന് കാണാനും എളുപ്പമാവും, പെട്ടെന്ന് വണ്ടി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ കിളിയണ്ണനൊന്നുമില്ല, അവൻ ട്രിപ്പ് പോയേക്കുവാണ്. എവിടെയാണ്? ട്രിപ്പല്ല, സോറി ഗൈസ്, ട്രിപ്പ് പോയേക്കുമല്ല, നമ്മുടെ സെഡസ്ത്രയ്ക്ക് പണിക്ക് കൊടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അവനെ പണിക്ക് കൊടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. ഇവിടെ അടുത്തുള്ളൊരു ഈ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ കൊണ്ടിടാൻ കാരണം ഇവിടുത്തെ അണ്ണൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും, വേറെ വർക്ക്ഷോപ്പിലോട്ട്. അവിടെ കൊണ്ടുപോയാണ് ബാക്കി പണി മൊത്തം പിക്സലിൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നോവ ഇപ്പോൾ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു വർക്കറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ഒരു ഡ്രൈവറിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വണ്ടി വന്നിട്ട് നമുക്ക് അതേ കയറി വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതേ ടയറിന് ചെറിയൊരു കാറ്റ് കുറവുണ്ടെന്ന് തോന്നുന്നു, അവിടെ നിന്ന് വരെ ഓടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞ് കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. ഇവനെ വിട്ട് ഉടനെ തന്നെ ഒരു കിടിലൻ ലുക്കായിട്ട് ചെക്കനിങ് എത്തും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ ആ ബമ്പർ, പക്ഷേ ബമ്പറിൻ്റെ അവിടുത്തെ ആ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവനെ വിട്ട് പോയിട്ട് നമുക്ക് പിന്നെ വരാം. പിന്നെ നാളെയോ മറ്റന്നാളോ വണ്ടി റെഡിയാകും. എന്തായാലും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് റെഡിയാകുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.